നമ്മളെ നാട്ടിൽ ഇതേപോലെ ഇലയുള്ള എന്തോ ഒരു മരമുണ്ട്, പക്ഷേ അതിന് മുള്ളുണ്ട്. ഇതിന് മുള്ളില്ല കേട്ടോ. വലിയൊരു ലോകം കേട്ടോ ഇത്. സംഭവം ഒരുപാടുണ്ട്. ഇത് കണ്ട എത്ര ദൂരം ഇപ്പം നമ്മൾ തന്നെ നടന്നു. ഇത് കണ്ടെങ്കിലൊരു ഇതാണ് ഫാസ്റ്റ് ട്രെയിൻ കേട്ടോ. ഹായ്, നമസ്കാരം. എന്തൊക്കെയാ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മൾ ലണ്ടനിലെ ട്രിപ്പുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ പുതിയൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മക്കള് ഞാൻ അധികവും ശ്രദ്ധിച്ചൊരു സംഗതി ഉണ്ട് കേട്ടോ. ഇവർക്ക് മക്കളെ ഉള്ള ആൾക്കാരെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ 2, 3, 4 മക്കൾ ഓരോരോ വയസ്സ് വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും അധികം ഉണ്ടാവുക. ഹലോ, ഹായ് 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 ഹായ്, ഹലോ, ഹായ് 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 ഹായ്. അപ്പോൾ ഓരോരോ വയസ്സ് 2 വയസ്സ് ഒക്കെ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. അതെന്താ സംഭവം എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ നമ്മളെ നാട്ടിലെ പോലെ വലിയ ഗ്യാപ്പിൽ കുട്ടികളുണ്ടാവില്ല. അതിൻ്റെ കാരണം എന്താണ്, ഇത് പ്രസവിച്ച് കുട്ടികളാവുക എന്നുള്ളത് ഇവരൊരു ടാർഗറ്റായിട്ട് എടുക്കും. അതിന് ഇവർ കാണുന്ന എത്ര കുട്ടികൾ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 വർഷം അതിനു വേണ്ടി മാറ്റിവെച്ച് അത് കുട്ടികൾ 2, 3 ചിലത് ട്യൂൺസുകളുണ്ടാവും. അങ്ങനെ ആ കുട്ടികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ ആ ഭാഗമില്ല. പിന്നെ ഇവരെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും കുട്ടികളെ വളർത്തലും എല്ലാം കൂടിയായിട്ട് അതെ. അപ്പം നമ്മളെ നാട്ടിൽ നമ്മൾ കല്യാണം കഴിച്ച് പ്രസവത്തിന് ഇത് എന്താ പറയുക, വെറുതെ പറയുന്ന ഒരു സംഗതി കേട്ടോ. നിങ്ങളാരും ഞാനിങ്ങനെ പറഞ്ഞു എന്നൊന്നും മനസ്സിലാക്കണ്ട. അതായത് ഒരു കാലഘട്ടം, ഒരു സ്ത്രീൻ്റെ ജീവിതം കുറേ പ്രധാനപ്പെട്ടത് തന്നെയാണല്ലോ. അപ്പോൾ ആ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് കലാകാലവും കുട്ടികളുമായിട്ടുള്ള ജീവിതം മാത്രമായി പോകുന്നതിനാണ്. അവരെ ജീവിതവും അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഓപ്പൺ ആയിട്ടുള്ള കാര്യമാണത്. ഒരു 4-5 വർഷം അതിനു വേണ്ടി മാറ്റിവെച്ച്, കൂടിയ 10 വർഷം മാറ്റി വെച്ചാൽ തന്നെ 4-5 കുട്ടികൾ അവരതിനുള്ള പ്രിപ്പറേഷനായി കഴിഞ്ഞ് കുട്ടികളെ വളർത്തുക, അവർ എൻജോയ് ചെയ്യുക, ഇതുള്ള പരിപാടി മാത്രമാണ്. അപ്പം ഞാനത് കുറേ കാലങ്ങളായിട്ട് ശ്രദ്ധിക്കുന്ന കേട്ടോ. ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ ഞാൻ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചു നോക്കുമ്പോഴാണ് ഈ സംഗതി മനസ്സിലായത്. ഇത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ പറഞ്ഞ മരമാണ് കേട്ടോ. ഈ മരത്തിന് നമ്മളെ നാട്ടിൽ ഇതേപോലെ ഇലയുള്ള എന്തോ ഒരു മരമുണ്ട്, പക്ഷേ അതിന് മുള്ളുണ്ട്. ഇതിന് മുള്ളില്ല കേട്ടോ. മുള്ളില്ല. ഇതിന് ഒരു പൂവ് പോലെ എന്തോ ഒരു സാധനമില്ല, ഇലകൾ തന്നെയാണ്. ഈ വരുന്ന പൂവ് പോലെ വരുന്ന മൊട്ട് ഇതായിട്ടാണ് ഈ ഇല വിരിഞ്ഞ്, പൂ വിരിയുന്നത് പോലെയാണ് ഈ ഇല വിരിഞ്ഞ് വരുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാനിങ്ങനെ പൂവ് ഉണ്ടാകുന്നുണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെയല്ലത്. അപ്പോൾ ഈ മരങ്ങളാണ് നമ്മൾ കണ്ട ബക്കിംഗ്ഹാമും ഇതിലും കൊട്ടാരത്തിലും അവിടെയും ഇവിടെയൊക്കെ നമ്മൾ കണ്ടത്. അതായത് ലണ്ടനിലെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഈ മരമാണ് കേട്ടോ. നമ്മൾ കയറിയ സ്കൈ കാർ ഉണ്ടല്ലോ, അത് കണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെയാണ് വരുന്നത് കേട്ടോ. ഞാൻ അവിടുന്ന് ഇവിടേക്ക് നടന്ന് വന്ന് നോക്കുമ്പോൾ ഇപ്പം നേരെ ഇങ്ങനെ ക്രോസിങ്ങാണ്. ഇത് അങ്ങോട്ടേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഇവിടേക്ക് ആൾ വളരെ കുറഞ്ഞ ഏരിയ കേട്ടോ. ഏറ്റവും പുതിയ ഏരിയ ആണ്. ഇവിടെ ഒരു ബോർഡ് അതാ, വെൽക്കം എക്സൽ ലണ്ടൻ. വെൽക്കം എക്സൽ ലണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അത്. ഐൽ ഓഫ് ഡോഗ്സ് ദ സിറ്റി. അപ്പോൾ സിറ്റി എങ്ങോട്ടേക്കാണ്? ഇടത്തോട്ടേക്ക്. ഓക്കെ, ഇങ്ങോട്ടേക്ക് സിറ്റി, അങ്ങോട്ടേക്ക് ഡോഗ്സോ, ഐൽ ഓഫ് ഡോഗ്സ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എനിവേ, എന്തായാലും നമ്മൾ സ്ട്രോബെറി സ്റ്റാർ സെയിൽസ് ലെറ്റിംഗ് മാനേജ്മെൻറ്റ്. അപ്പം ഞാൻ എന്തായാലും ഇംഗ്ലീഷ് ഇത് വാങ്ങിക്കണം. എനിക്ക് അതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ വഴിയുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, എല്ലാ റോഡിനും പാലത്തിനൊക്കെ സൈക്കിളിനും പിന്നെ അതേപോലെ നടക്കാനുള്ള നല്ല സംവിധാനം സേഫായിട്ട് വെക്കും കേട്ടോ. അതൊരു വലിയ അപ്രിഷ്യേറ്റ് സംഗതിയാണ്. മറ്റേ ചില രാജ്യങ്ങളിലൊക്കെ ചില പാലങ്ങളൊക്കെ ആൾക്കാരെ നടക്കാനും സൈക്കിളിനൊന്നും വിടില്ല. അതാ നമ്മൾ ഈ കേബിൾ കാറിൻ്റെ സംഗതി അതാ, നമ്മളെ മാളതാ, ആ മാളിൻ്റെ മുകളിലുള്ള ഇതാണ്, കാലുകളാണ് കേട്ടോ. സംഭവം തന്നെയാണ്. മാളും സംഭവമാണ്, നമ്മളിപ്പം കയറിയതും സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തൊന്നും കയറുന്നുണ്ടാവും, പക്ഷേ അവിടുത്തെ വ്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് ഇവിടുത്തെ വ്യൂ ഡിഫറെൻറ്റും ആയിരിക്കും. നമ്മളെ വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ എടുത്തത് പോരായികണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കഴിയുന്നത്ര അവിടെ നിന്ന് നിന്നിട്ടൊക്കെ എടുത്ത്. കാരണം അതിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ പടഞ്ഞിട്ട് ഭയങ്കര ഒരു പേടി വരും. പക്ഷെ അതൊന്നും നോക്കാതെ എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അടിച്ചു പൊളിച്ചോണ്ട് വീഡിയോ എടുത്തുവിട്ടെ. ഈ സൈഡിൽ പുതിയ അപ്ഡേഷൻസ് നടക്കുക കേട്ടോ. ആ സൈഡാണ് ഇപ്പോൾ ഡെവലപ്പ് ആയ ഏരിയ നമ്മൾ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ഉണ്ടെങ്കിൽ ലോങ് വ്യൂ, കേബിൾ കാർ ഉൾപ്പെടെ. അപ്പോൾ ഈ ഭാഗത്ത് അടുത്ത് തന്നെ വേറെ പല അതിശയങ്ങളും വരുന്നതായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതൊരു ലണ്ടനാണ്. ലണ്ടൻ എന്ന് പറഞ്ഞാൽ അടങ്ങിക്കൂല. ഇവരിങ്ങനെ
എന്താ പറയുക വളർത്തിക്കൊണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. റെയിൽവേ ലൈന് ഓക്കെ ഫുൾ സെക്യൂറായ റെയിൽവേ ലൈൻ. ഒരാൾ പെട്ടെന്നൊന്ന് ചാടിക്കാളെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും അങ്ങനെ ചാടാനും പിടിക്കാനൊന്നും കഴിയില്ല കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ കുട്ടികളെയായിട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ കുട്ടികളെ ഈ തണുപ്പുള്ള സമയത്ത് ഈ ഫ്രണ്ടിൽ വെച്ചിട്ട് ആ കുട്ടികളെ തൊള്ളയിൽ ഒരു സാധനവും വെച്ച് കൊടുത്ത് എന്തോ ആലോചിച്ച് കിടക്കുകയാണ് കുട്ടികൾ. ഇവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷേ എന്നാലും അത് കാണുമ്പോൾ ഒരു സങ്കടമാണ്. നമ്മളെ നാട്ടിലൊന്നും അങ്ങനെയല്ലല്ലോ. നമ്മളെ നാട്ടിലെടുത്ത് ഒക്കത്തെട്ടി പൊന്നോലയല്ലേ കൊണ്ടു കിടക്കുന്നത് ആ പ്രായത്തിൽ. ഈ പ്രായത്തിൽ കുട്ടികൾ വെറുതെ ഒരു സജഷൻ പറയുന്ന കേട്ടോ, ഇതൊന്നും ഒക്കെ അഭിപ്രായങ്ങളാണ്. അതായത് ഈ പ്രായത്തിലെ കുട്ടികളെ ഈ രീതിയിൽ ഇവർ വളർത്തുന്നത് ഒന്ന് നല്ലതിനായിരിക്കാം. നാളെ കുട്ടികൾ ആ രീതിയിൽ വളർന്നു വരുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കാം ഒന്നുകൂടിയും. പക്ഷേ എന്നാൽ പോലും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു സങ്കടം തോന്നും. ഒന്നും മിണ്ടാണ്ട് ചിരിയില്ല, ഒരു വെറും നിരാശയോട് അതിൽ നിൽക്കുന്ന കുട്ടികൾ ആരും കളിക്കുന്നത് കണ്ടില്ല. ഇങ്ങനെ മുന്നിൽ ഉന്തി കൊണ്ടുപോകുമ്പോൾ തൊള്ളയിലൊരു സാധനം ഇട്ട് കൊടുത്തിട്ട് ഈ സാധനത്തിന് ലോക്ക് ചെയ്ത് എങ്ങോട്ടൊക്കെ നമ്മൾ എന്തോ ആക്കി കൊണ്ടുവരുന്നത് ഇഷ്ടമില്ലാതെ കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ ഒരു സങ്കടമാണ്. എനിക്ക് തോന്നുന്നു പൊളിക്കാൻ വെച്ച ബിൽഡിംഗ് ആണെന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. കാരണം ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബിൽഡിങ്ങിന് എന്തെങ്കിലും ഡിഫക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടൻ ഫുൾ ക്ലോസ് ചെയ്ത് സാധനത്തിനെ പൊട്ടിച്ച് സൈഡാക്കി പുതിയത് വരും സാധ്യത ഉണ്ട്. ഇവിടെ ആൾ താമസവും ഇല്ല, കുറച്ച് പഴക്കമുണ്ട്. എന്നാൽ വലിയ പഴക്കം ഈ ബിൽഡിങ്ങും ഉണ്ട് കേട്ടോ. ഓ ഇത് കുറച്ച് പഴക്കമുള്ളതായിരിക്കും. എന്നാലും ഇത്രയും വലിയ ബിൽഡിങ് ഇവർ കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ, പൊട്ടിച്ച് സൈഡാക്കാനുള്ള പരിപാടിയാണ്. കണ്ടില്ലേ, ഫുള്ള് ആളൊക്കെ ഒഴിവാക്കി വെച്ചാണ്. ഇനി ഇത് കൊണ്ടുവന്നിട്ട് ഒരറ്റ പൊട്ടിച്ച് സാധനം അങ്ങോട്ട് കടത്തി വൃത്തിയാക്കും. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്പിനോടൊപ്പം ബാക്കി ഡെവലപ്മെൻറ്റ് നടത്താനായിരിക്കും ഈ ഏരിയ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ പിന്നെ അത് വലിപ്പിച്ച് കൊണ്ടെടുക്കുന്ന പരിപാടിയില്ല. തീരുമാനം അങ്ങോട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അടിച്ച് പൊട്ടിക്കും. നമ്മളെ ഇവിടെ കൊച്ചിയിൽ അങ്ങനെ ഒരു ഫ്ലാറ്റിന് ഇതുണ്ടായിട്ടില്ലായിരുന്നോ? തീരുമാനമായി ഹൈക്കോടതി സുപ്രീം കോടതിൻ്റെ ഓർഡർ പ്രകാരം വലിയൊരു ഫ്ലാറ്റിനെ സൈഡാക്കിയില്ലേ? അത് നമ്മളവിടെ വലിയൊരു പുതിയ സംഗതിയാണ് അങ്ങനെ നടന്നതെന്നുള്ളത്. സാധാരണഗതിയിൽ അത് പിന്നെ എന്തെങ്കിലും രീതിയിൽ വലിപ്പിച്ച് കൊണ്ടെടുക്കലാണ്. പക്ഷേ ഇപ്രാവശ്യം അത് നടന്നില്ല. നടക്കാത്തത് കൊണ്ട് അത് പൊട്ടിക്കേണ്ടി വന്നു. അതിനെന്തെങ്കിലും പ്രധാനപ്പെട്ട റീസൺ ഉണ്ടാവും. ഇല്ലെങ്കിൽ സുപ്രീം കോടതിയൊന്നും അത്രത്തോളം സ്ട്രോങ് ആയിട്ട് നമ്മളെ നാട്ടിലൊരു ഡിസിഷൻ എടുക്കേണ്ടിയില്ല. അത്രത്തോളം അതിനെന്തെങ്കിലും ഡിഫക്റ്റും കാര്യങ്ങളും കണ്ടിട്ടായിരിക്കും സുപ്രീം കോർട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. ഇതൊക്കെ പുതിയ ഫ്ലാറ്റുകൾ കേട്ടോ. ഈ 2 ഫ്ലാറ്റാണ് നമ്മൾ ഇനി വരുമ്പോൾ ചിലപ്പോൾ കാണാണ്ടായി പോവുക. പുതിയതായിട്ട് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ പറഞ്ഞത്. നമ്മൾ ന്യൂ ബോംബെ, ന്യൂ ലണ്ടൻ എന്നൊക്കെ പറയുന്നത് പോലെ എക്സലൻറ്റ് ലണ്ടൻ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേര്. പുതിയതായിട്ട് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അപ്പം ഇവിടെ ഈ കേബിൾ കാറും അങ്ങനത്തെ മെട്രോ സൗകര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷെ കുറേ ആൾക്കാർ താമസത്തിന് എത്താനുള്ളതാണ്. ഒരു 5-10 വർഷം കൊണ്ട് ഏറ്റവും തിരക്കുള്ള ഏരിയയായി മാറും, ഉറപ്പാണ്. അങ്ങനെയാണ് നമ്മൾ ഓരോരോ ഏരിയകളും സിറ്റി വരെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യുക. ഇതാ ഞാൻ പറയില്ല, കുട്ടീനെ ഇരുത്തിയിട്ട് തൊള്ളയിലിട്ടിട്ട് അടങ്ങി കുത്തിരിക്കുന്നുണ്ട്. അതിൽ ചില ഐറ്റങ്ങൾ ഉറങ്ങി ഈ കാറ്റ് മുഖത്തേക്ക് അടിക്കും. നിങ്ങളൊന്ന് വെച്ചാൽ നമ്മൾ മുഖത്തേക്ക് തണുത്ത കാറ്റടിക്കുന്ന സമയത്താണ് കുട്ടികളെ മുന്നിലിട്ടിട്ട് ബാക്കിൽ നടന്നു പോവുക. ഇത്ര കാറ്റടിക്കുന്നുണ്ടാവും അറിയും. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ചില സംഗതികൾ നമുക്ക് എന്താ പറയുക ആലോചിച്ച് ദുഃഖിക്കാനൊക്കെ വരുന്നതാണ്. നമുക്ക് നിവൃത്തിയില്ല, ഇല്ല ഓപ്ഷൻസ് ഇല്ല. നമ്മളെ റോളും അല്ലത്. നമുക്കിങ്ങനെ അഭിപ്രായങ്ങൾ പറയാം. നമ്മളെ നാട്ടിലിങ്ങനെ ആവാതിരിക്കട്ടെ, അത്രയേ ഉള്ളൂ. നമ്മൾ നാളെ ഡെവലപ്പായി വരുന്ന കാലത്ത് പലരും ഇപ്പോൾ ട്രോളിയിൽ കുട്ടികളെ കൊണ്ടുപോകുന്നതൊക്കെ കാണാം. പക്ഷെ ആ സമയത്ത് കുട്ടികൾക്ക് വേണ്ടിയ സെക്യൂരിറ്റി ചെയ്തും കൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പുറത്തു കൂടി കഴിയുന്നത്ര കുട്ടികളെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം കുട്ടികൾക്ക് പൊടിയടിക്കും, കാറ്റടിക്കും, വെയിലടിക്കും. നമുക്കെന്നെ എത്ര ഈ 3 സംഗതി നമ്മളിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് എത്ര എഫക്റ്റ് ഉണ്ടാവും. അപ്പം പൈതങ്ങളായവർക്ക് തൊള്ളയിൽ ആ ബ്ലോക്കും ചെയ്ത് വെച്ചിട്ട് എന്തോ കാഴ്ചപ്പാടുണ്ടാവും. എന്തായാലും എന്തെങ്കിലും ഇല്ലാതെ അവർ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ എന്നാലും ആ ഒരു ഭയങ്കര ഫീലിംഗ് ആണ് അത് കാണുമ്പോൾ. ഞാൻ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ചില സമയത്ത് ഞാൻ മെനിയാന്നൊക്കെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ അങ്ങനത്തെ കണ്ടിരുന്നു കേട്ടോ, മൈൻഡ് ചെയ്യാതെ ഇട്ടിട്ടൊക്കെ. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മനസ്സ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല വീഡിയോ. ചിലതിങ്ങനെ നടത്തത്തിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞെന്ന് മാത്രം. കണ്ടില്ല നിങ്ങൾ, എക്സൽ ലണ്ടൻ ഇവിടെയാണ് നമ്മളെ കിടക്കുന്നത് ഭാഗം.
എക്സൽ ലണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ കേട്ടോ, ലേറ്റസ്റ്റ് സ്ഥലമാണ്. കസ്റ്റം ഹൗസ് എന്ന് പറഞ്ഞ പുതിയ ഒരു സ്റ്റേഷനാണ് കേട്ടോ. നമ്മൾ എലിസബത്ത് ലൈനിൽ തന്നെ കസ്റ്റം ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ കയറുക. അവിടെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചത് നമ്മളീ പറഞ്ഞ പുതിയ ഒരു എന്താ പറയുക ഡെവലപ്മെൻറ്റ് വരുന്ന ഏരിയ കേട്ടോ. ആ ഏരിയയിൽ ഇതൊക്കെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ ഇപ്പോൾ ഒഴിവായി പോകും സംഗതികൾ. ഇപ്പോൾ അവർ ഉണ്ടാക്കി വെച്ചൊരു മാള് കണ്ടോ, ഫസ്റ്റ് തന്നെ ഉണ്ടായി എക്സൽ ലണ്ടൻ. എന്താണെന്നൊന്ന് കാണണമല്ലോ, ഇതൊരു അതിശയം തന്നെ കേട്ടോ. എക്സൽ ലണ്ടൻ പാർട്ട് ഓഫ് അബുദാബി നാഷണൽ എക്സിബിഷൻ കമ്പനി. അബുദാബീൻ്റെതാണ് മക്കളെ, അബുദാബീൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇത് മൊത്തം. എനിക്ക് വലിയ ഡൗട്ടുണ്ട് ഇത്. ഈ ഡെവലപ്മെൻറ്റ് മൊത്തം അബുദാബീൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ എക്സൽ ലണ്ടൻ എന്നുള്ള പേരിൽ അവർ പുതിയ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരികയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഞാനും വിചാരിക്കുക തന്നെയാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചകൾ കാണാം. അടുത്ത ലണ്ടൻ്റെ എന്താണ് പുതിയത് എന്നും പറഞ്ഞിട്ടുള്ള ക്രിയേറ്റർ അതാ വേർ വേൾഡ് ലണ്ടൻ ന്യൂ ആയി ബിഗൈൻ. നമുക്ക് ആ വേർഡ്സ് ഒന്ന് കാണണം. ആ വേർഡ്സ് കാണുമ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഇതൊക്കെ ഇവരെവിടെയും കാണിക്കുന്ന ഒരു സാധനം കേട്ടോ. അത്രയും ഇവർ കോട്ടും ടൈയും ഇട്ടിട്ടാണ് പണിയെടുത്തിരുന്നത് പണ്ട്. കോട്ട് തണുപ്പോണ്ട് ഇട്ടാട്ടോ, തൊപ്പിയും സ്റ്റൈലിനിട്ടല്ല. വെൽക്കം ടു എക്സൽ ലണ്ടൻ വേർ മെമ്മറീസ് ആർ ക്രിയേറ്റഡ്, വേർ വേൾഡ് റെക്കോർഡ്, വേർ ജേർണീസ് ബിഗൈൻ. ഓ, നെറ്റിക്കൽ ഡയലോഗ്സ് ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് അട്രാക്ഷൻ ഒന്ന് പോയി കണ്ടുനോക്കാം. അങ്ങോട്ടേക്കൊരു സംഭവം ഉണ്ട് എന്തോന്ന്, അത് നമുക്ക് പിന്നെ പോയി നോക്കാം. ആദ്യം നമുക്ക് വെൽക്കം ബെൻവിൻഡോ. ഇതൊരു പഴയ ലുക്കിലാണല്ലോ സാധനം ഉള്ളത്. ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ പഴയതാണല്ലോ, ഇൻറ്റീരിയറൊക്കെ. ഇതിനെന്ത് പുതുമാള് ഒക്കെ പഴയ ഒരു മാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്, പഴയ മാള്. റേസിംഗ് കാർ തുടക്കം തന്നെ വെച്ചിട്ടുണ്ട്. റേസിംഗ് കാറിൻ്റെ ഒറിജിനൽ സെറ്റപ്പാട്ടത്, ഡമ്മിയൊന്നല്ല. അവിടെ ഇരുന്നിട്ടാണ് ആ ചെറിയ ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പറക്കെ കിടന്നിട്ട് കേട്ടോ. ഓ, ഇത് സൗദിൻ്റെതാണ് നിങ്ങൾ. DHL സൗദിയ പരസ്യമായിരിക്കും അല്ലേ, ഓരോക്കെ പരസ്യമായിരിക്കും. സ്പോൺസർമാരോ ഇൻവെസ്റ്റേഴ്സൊക്കെ ആയിരിക്കും, അങ്ങനെ തോന്നുന്നത്. ഞാൻ പുതിയൊരു മാളാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരു പുതുമയും തോന്നുന്നില്ല. എന്താ അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. പുതിയ സ്ഥലത്തേക്കുള്ള പുതിയ മാളല്ലേ. അപ്പോൾ പണ്ട് മുതലേ ഇവിടെ മാളുണ്ടായിരുന്നു. ഇതൊക്കെ ചോദ്യങ്ങളാണ്, വെറും ചോദ്യങ്ങൾ മാത്രം. ഒന്നും മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത്. എന്തായാലും നമ്മളൊരു മാളിൽ അകത്താണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, മാളിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഇത്. മാളുകൾ കണ്ട് നമ്മൾ ഇവിടെയും അടുത്ത് നാട്ടിലും അടുത്തല്ലോ. അതുകൊണ്ട് ഇനി പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ബൈബിളിൻ്റെ ഒരു ക്ലാസ്സാണ് നടക്കുന്നത്. ബൈബിളിൻ്റെ ഒരു ക്ലാസ്സും സർട്ടിഫിക്കറ്റുമാണ് അതിൻ്റെ ഇതാണ്, കാറ്റലോഗ്സാണ്. അപ്പോൾ നമ്മൾ അതിൽ കയറിയില്ല. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വല്ലാണ്ട് എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് വലിയ ഫുൾ സെക്യൂരിറ്റിയാണ് കാര്യങ്ങൾ. ഇതൊക്കെ എത്രയും ജനമുണ്ട്, ഭയങ്കര ഫുൾ വ്യൂ ആണ്. ഈ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ക്ലാസ്സാണ്, ഒരു ബൈബിള് പോലത്തെ. ഞാൻ അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ആ തരം വിശ്വാസമുള്ള ആൾക്കാർക്ക് കയറിയിരുന്ന് കേൾക്കാനുള്ളതാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഇതിൻ്റെ അകത്തത്തെ പ്രത്യേകതകൾ. ഇതിൽ വേറൊന്നുമില്ല, വേറൊക്കെ സെയിം ആളാണ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഈ എക്സൽ ലണ്ടൻ, വെൽക്കം ടു എക്സൽ ലണ്ടൻ എന്നുള്ളത് ഒരു സംഗതി. രണ്ട് എനിക്കിപ്പോഴും തീരാത്തത്, പണ്ട് ചിലപ്പോൾ അബുദാബി ഉണ്ടാക്കിയതായിരിക്കുമല്ലേ, അബുദാബീൻ്റെ ഫൈനാൻസ് എന്നൊക്കെ കണ്ടത്. വലിയൊരു ലോകമായിട്ടത് സംഭവം, ഒരുപാടുണ്ട്. കാരണം എത്ര ദൂരം ഇപ്പം നമ്മൾ തന്നെ നടന്നു. ഇഷ്ടം പോലെ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ മറ്റേ അതിന്. കാരണം എന്താ പറയുക, ത്രെട്ട് ഉണ്ടാകുള്ളതുകൊണ്ട് ഇവർക്ക് ഈ പ്രശ്നങ്ങൾ എപ്പോഴാണ് എന്താ ഉണ്ടാവുക എന്നറിയില്ല. അതുകൊണ്ട് ഇവർ ഭയങ്കര പേടിച്ചാണ് ഓരോ സംഗതികൾ നടത്തുന്നത്. പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പം ലണ്ടനിലില്ല. അങ്ങനെ നമ്മൾ ഈ മാളിൽ നിന്ന് എക്സലൻ ലണ്ടൻ മാളിൽ നിന്ന് ഇറങ്ങി കാഴ്ചകൾ കണ്ടല്ലോ. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ക്രിസ്ത്യാനിറ്റീൻ്റെ ചെറിയൊരു എന്താ പറയുക മതപരമായിട്ടുള്ള ഒരു ക്ലാസ് നടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ്. ഓക്കെ, സ്റ്റേഷൻ കസ്റ്റം ഹൗസ്.
ഇവിടെ നിന്ന് നമ്മൾ സിറ്റീൻ്റെ മെയിൻ പ്രധാന ഭാഗങ്ങളിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് കാണാം. ഈ സൗത്ത് ഹോൾ എന്ന് പറഞ്ഞ ട്രെയിനിന് കണ്ടങ്ങൾ സ്റ്റേഷന് നിങ്ങൾ പഞ്ചാബിൽ എഴുതിയത് ലെറ്റർ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം, ഇവിടെ നിറച്ചും പഞ്ചാബിൻ്റെ ഒരു നാടാണ്. അപ്പോൾ ലണ്ടനിലെ പഞ്ചാബ് അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് കാണാം കേട്ടോ. കാരണം നിങ്ങൾ സൗത്ത് ഹോളിൻ്റെ നേരെ അടിയിൽ എഴുതിയത് കണ്ടില്ലേ പഞ്ചാബി ലെറ്ററിൽ, ഇത് കണ്ടങ്ങളൊരു ഇതാണ് ഫാസ്റ്റ് ട്രെയിൻ കേട്ടോ. പറക്കാണ്, ഭയങ്കര സ്പീഡിലുള്ള ട്രെയിനാട്ടോ. ഇതിപ്പോൾ നാഷണൽ ട്രെയിൻ ലൈനാണിത്. അപ്പോൾ ഈ ലൈനിൽ പോകുന്ന ട്രെയിനുകളൊക്കെ കത്തിച്ച് പോവുക ചെയ്യുക. 220 അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു സ്പീഡ്. 220, 200, 220, 280 ഉള്ളിലിട്ടാണ് വരെ സ്പീഡുള്ളത് ഈ ട്രെയിനിൻ്റെ കേട്ടോ. നമുക്കൊരു ട്രെയിനും കൂടി വേണമെങ്കിൽ കാണാം പോകുന്നത്, കത്തിച്ച് പോവാണ്. ഇത് നമ്മളെ ഇതിലുള്ള ട്രെയിൻ. ഓരോ ട്രെയിനിൻ്റെ സ്പീഡ് എന്താണെന്നാ. വേറൊരു ട്രെയിൻ കേട്ടോ. ഇനി ഇതിനെ കടത്തി പോകുന്ന ഒരു ട്രെയിനുണ്ട്, നോക്കട്ടെ നമ്മൾ. ആ രണ്ടിന് ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ, സ്റ്റോപ്പില്ലാത്ത ഒരു ട്രെയിൻ വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒന്ന് എടുക്കാം. ഞാൻ പോയത് തന്നെ കണ്ടിട്ടില്ല കേട്ടോ, പോയത് തന്നെ കണ്ടില്ല. എങ്ങനെയുണ്ട് ഒന്നും പറയാനില്ല. ഞാൻ പിടിച്ച് നിന്നതാണ്, എങ്ങനെ പോയത്. ഇത് 250, 300 കേട്ടോ സ്പീഡ് ഉണ്ടെന്ന് തോന്നിന്. ഇനി അടുത്ത ഏതാ വരേണ്ടതെന്ന് നോക്കാം. കാണണോ സ്പീഡുള്ള അടുത്ത സ്പീഡുള്ള കാണണം നിങ്ങൾക്ക്? ഏതോന്ന് വരുന്നുണ്ട്, അതുകൂടി കാണിച്ചു തരാം. കണ്ടോളി. എന്താ പറയുക, സ്റ്റോപ്പില്ലാന്ന് തോന്നുന്നു. കണ്ടോളി കേട്ടോ. അത്ര സ്പീഡില്ല. ഇതട്ടോ പഞ്ചാബിൻ്റെ കൊടികളൊക്കെ കണ്ടെങ്കിൽ ഫുള്ള് പഞ്ചാബികളുടെ ഒരു ലോകമാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കത് പോയി കാണും.